അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പെഷവേരി സിറിപ്പായി. ഇത് പാകിസ്ഥാനിലൊരു ഫേമസ് ഫുഡാണ് കേട്ടോ. ഈ കാലും തലയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാകും അല്ലേ? നിങ്ങളിതിനെ കണ്ടു നോക്കട്ടാ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ല അടിപൊളി സിറിപ്പായി ഉണ്ടാക്കാം. നല്ല കാറ്റും എന്താ ചന്തൂലെ ആടിപ്പോഴാണ് ശരിക്കും ചന്ത പറ്റണ. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത്, കുറച്ച് പച്ചമുളക് ചാച്ചത്, ചെറിയുള്ളി ചാച്ചത്, ഒരല്പം മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, അല്പം വെള്ളം അല്ലേ? അല്പമില്ല, ഇത് വേകാനുള്ള വെള്ളമാണ്. നല്ലോണം വേഗണം കേട്ടോ സാധനം. മതി മതി. ശരി വാ. കുറച്ച് ഓയിൽ, നല്ലോണം പാട്ടല്ലേ. മല്ലിയല്ലേ? ഓക്കെ, അത് കേട്ടപ്പോഴൊക്കെ ഉടഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം അല്ലേ? ആദ്യം കാലും തുടങ്ങാം. വെന്ത് ശരിക്കും ഒരു പരുവത്തിലായിട്ടാ, അടിപൊളി സാധനം. നമുക്ക് ഇതിൻ്റെ സൂപ്പ് വെച്ച് നോക്കാം. ഒരു ടേസ്റ്റ് ചേട്ടാ, അടിപൊളി. പിന്നെ ആട് വെന്തത് ആട് ഇതാണ് ആടിൻ്റെ കോരം കേട്ടാ. ഇങ്ങനൊരു ഭക്ഷണം അല്ലേ? ഒരു രക്ഷയില്ല, നല്ലോണം ബന്ധുട്ട് ആടൊക്കെ ഉണ്ടല്ലേ? അടിപൊളി അല്ലേ? വെറൈറ്റി. നമ്മളിപ്പോൾ അറബിക് സ്റ്റൈലാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. ആട് പിന്നെ കുഞ്ഞാടാണ്ടാ അല്ലേ? ഇതിൻ്റെ മുകളിലെ സ്കിന്നൊന്ന് മാറ്റാണ്ട് നമുക്ക് പിന്നെ മാറ്റാം. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി. എല്ലാത്തിനും മസാല പിടിച്ചിട്ടാ. ഫുള്ള് നമ്മുടെ മസാല എന്താ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റിൽ വാവണ നാക്ക് തൊലി ഇങ്ങനെ കിഴിച്ചത്. തൊലി പാടില്ല കേട്ടോ. തൊലി ഇങ്ങനെ കിഴിച്ചത് വേണം ഇത് കഴിക്കാനായിട്ട്. തൊലി ഇങ്ങനെ വെന്ത് കഴിഞ്ഞത് വരുന്നത് എന്നിട്ട് നമുക്ക് എന്ത് കേട്ടാ അങ്ങനെ മാറ്റി വെച്ചിട്ട്
ആട് കഴിക്കാൻ ഇങ്ങനെ കഴിക്കാം ആട്ടുതല ചോറൊന്നും വേണ്ട ഇതാണ് ടേസ്റ്റ് അപ്പോൾ അടിപൊളി അടിപൊളി മഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇതേ ഒരു കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, രണ്ട് കൈ ഇതാ ഇതാണ് എൻ്റെ മൂടാട്ടാ. ഇതാ ഇതാ അങ്ങനെ വിരലിട്ട് ആഹാ ബ്രെയിൻ ഓ ഒരു രക്ഷയില്ലട്ടാ. ആടിൻ്റെ ബ്രെയിനൊക്കെ നമ്മൾ വീട്ടിൽ ഓംലെറ്റ് ഒക്കെ ഇട്ട് വറുത്ത് തിന്നാ. ആട് നമ്മൾ പീസായി കഴിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും വീട്ടിലൊക്കെ. പക്ഷെ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അത് പാകിസ്ഥാനിൻ്റെ ഒരു റെസിപ്പിയാണ്. പാകിസ്ഥാനിൽ ബീഫും ഇതുപോലെ ഉണ്ടാക്കട്ടെ. പക്ഷെ നമ്മൾ നാടുണ്ടാക്കുന്നത് സംഗതി ഒരു രക്ഷയില്ല. ഫുള്ളാടിൻ്റെ തല അങ്ങനെ വെറുതെ വെക്കുന്നത് വേറെ ലെവലാണ്. ഇത് പണിയെടുക്കണം, നല്ലോണം അധ്വാനിക്കണം. പിള്ളേർ എങ്ങനെയുണ്ടാ? നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി. നല്ല ടേസ്റ്റ്. എന്താ ടേസ്റ്റ്? ഒന്നും മിണ്ടില്ല, മിണ്ടാ സമയമില്ല, പണിയിലാണ്. തിരക്ക് പണിയാണല്ലേ. തലേന്ന് കൊടുത്ത് ഒരു അക്ഷരം ഉണ്ടല്ലോ ഇത്. സംഭവം അസ്ഥികളുടെ കളി അല്ലേ, മൊത്തം എല്ലാം സംഗതി ഒരു രക്ഷയിട്ടാ പൊളിച്ചു ഇല്ലറിയാ. പിന്നെ ഇത് ക്യാമറാമാൻ്റെ ആളിയാ, ക്യാമറാമാനെ നമ്മളിലും കാണിച്ചിട്ടാ. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ല. എന്താ പറയുക, ഫുള്ള് തല അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് മസ്റ്റ്. അതിങ്ങനെ രണ്ട് കൈ കൊണ്ട് പൊട്ടിക്കാൻ തിരുമ്പോൾ സുഖമുണ്ടല്ലോ. ആ ബ്രെയിനും ചെയ്തിട്ട് കഴിക്കാൻ. ആ മസാല ഉണ്ടാ ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ സൂപ്പിട്ട് കുറച്ച് കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേ കൂടി ഞാൻ വിളിച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കാണാം. ബായ്, എല്ലാവരും ബായ് പറയും. ബായ്. ആ എല്ലാം തിരക്കിലാണ്.